ഇന്ന് എട്ടുനോമ്പിൻ്റെ 2-ാം ദിവസം. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ടു, ഈശോയെ തൻ്റെ ഉദരത്തിൽ വഹിച്ച സമയം മുതൽ കുരിശിലെ ബലി വരെ പരിശുദ്ധ അമ്മയുടെ സഹന ജീവിതത്തെക്കുറിച്ച് ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ പരമാവധി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവരിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുക. ഇന്ന് നമ്മൾ ധ്യാനിക്കുക ഈശോയും പരിശുദ്ധ ദൈവമാതാവും തമ്മിലുള്ള ചില സംഭാഷണങ്ങളെക്കുറിച്ചാണ്. അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. യേശു ദൈവാലയത്തിൽ മാതാപിതാക്കളോടൊപ്പം തിരുനാളിന് പോവുകയും തിരികെ പോരേണ്ടുന്നതായ സമയത്ത് യേശു വേദശാസ്ത്രികളുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്ന പരിശുദ്ധ അമ്മ താനും നിൻ്റെ പിതാവും നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള ഒരു ഉത്കണ്ഠ മകനോട് പറഞ്ഞപ്പോൾ ബാലനായ യേശു പരിശുദ്ധ അമ്മയോട് പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതല്ലയോ എന്ന് അറിയുന്നില്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരിശുദ്ധ അമ്മയ്ക്ക് അറിവുണ്ട് എന്നാണ് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ ഈശോയുടെ ഈ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ ലക്ഷ്യമെന്ത് എന്ന ഉത്തമ ബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഉത്കണ്ഠ മനസ്സിലാക്കിയ ഈശോ അനുസരണമുള്ളവനായി തൻ്റെ മാതാപിതാക്കളോടൊപ്പം പോയി. അവിടുന്ന് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുക. അതായത് ഒരു മനുഷ്യൻ, കാരണം യേശു എന്ന് പറയുന്നത് പരിപൂർണ മനുഷ്യനുമാണ്, പരിപൂർണ ദൈവമായിരിക്കുന്നത് പോലെ തന്നെ പരിപൂർണ മനുഷ്യനുമാണ്. അനുസരണമുള്ളവനായി മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അതും മനുഷ്യർക്കും ദൈവത്തിനും പ്രീതിജനകമായ ജീവിതം, അത് ജ്ഞാനത്തിലുള്ള വളർച്ച. നമ്മുടെ കുഞ്ഞുങ്ങളും മക്കളുമൊക്കെ വളരേണ്ടുന്ന ഒരു ജീവിത രീതിയാണ് ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യർക്ക് ദൈവത്തിനും പ്രീതിജനകമായി വളരുക എന്നുള്ളത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ പുരോഗമന ചിന്താഗതികളും യുക്തിവാദങ്ങളും തെറ്റായ പ്രബോധനങ്ങളുടെ പുറകെയുള്ള യാത്രകളും അന്വേഷണങ്ങളും ഒക്കെ അനേകം കുഞ്ഞുങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെയും ആശ്രയിക്കാവുന്ന, അവരുടെ മാതാപിതാക്കൾക്ക് അഭയം തേടാവുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മയെന്നുള്ളത്. പിന്നീട് നമ്മൾ പരിശുദ്ധ അമ്മയെ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഒരു കുടുംബത്തിൻ്റെ സന്നിഗ്ധാവസ്ഥയിൽ ആ കുടുംബത്തിൻ്റെ നാഥനോ നാഥയ്ക്കോ ആ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കോ അറിയത്തില്ല പരിശുദ്ധ അമ്മ ആരാണെന്ന് അറിയത്തില്ല. തങ്ങളുടെ ഒരു ബന്ധുവായിരിക്കാം, അല്ലെ തങ്ങളുടെ ഒരു സുഹൃത്ത് ബന്ധത്തിൽപ്പെട്ടായിരിക്കാം. അതുകൊണ്ടാണല്ലോ വിവാഹ സമയത്ത് അവിടെ കാണേണ്ടി വന്നത്. അപ്പോൾ ആ അമ്മയും ദൈവവും തമ്മിലുള്ള ബന്ധം, പുത്രനായ യേശു ആരാണെന്നുള്ള അറിവ് ഇല്ലാത്ത ആ കുടുംബം,
ഒരിക്കലും അമ്മയോട് സഹായം തേടിയിട്ടില്ല. തങ്ങളുടെ ദുഃഖമൊക്കെ പങ്കുവെച്ച് കാണും. വീഞ്ഞൊക്കെ തീരാറായി, അല്ലെ നമ്മൾ കല്യാണത്തിന് പറയുന്ന പോലെ ബന്ധുമിത്രാദികൾ കൂടി ഇരുന്ന് പറയുന്നത് പോലെ ഭക്ഷണമൊക്കെ തീരാറായി, അപമാനകരമാണ്, നാണക്കേടാണ്, ഇനി എന്ത് ചെയ്യും? അപ്പോൾ അതിനുള്ള മാർഗനിർദ്ദേശം നല്ല ബുദ്ധിമതികളായ, അല്ല ബുദ്ധിയുള്ള ബന്ധുമിത്രാദികൾ, അല്ല സുഹൃത്തുക്കൾ നിർദ്ദേശം കൊടുക്കും, അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. ഇവിടെ പരിശുദ്ധ അമ്മ തൻ്റെ മകൻ ആരാണെന്നും തൻ്റെ മകന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അമ്മ തൻ്റെ മകനോട് പറയുന്നത്, ഇവിടെ വീഞ്ഞ് തീർന്നുപോയി, ഇവർ വലിയ അപമാന ഭാരത്താൽ നിൽക്കുകയാണ്, അല്ലെ അവർ അപമാനിക്കപ്പെടാൻ പോവുകയാണ്. അത് വരനും വധുവാണ് ഏറ്റവും കൂടുതൽ അപമാനിതരാകുക. അതുകൊണ്ട് നീ അതിന് പരിഹാരം കാണണം. അമ്മ മകൻ്റെ മുഖത്തു നോക്കി, നീ ആരാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ അതിന് പരിഹാരം കണ്ടേ മതിയാവൂ എന്ന് കണ്ണുകളും തമ്മിലുള്ള സംസാരത്തിൽ പറയുകയാണ്. എന്നാൽ അവിടെയും മാതാവിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ സമയം ആയിട്ടില്ല എന്ന് നിനക്കറിയാം, ഇനിയും ആയിട്ടില്ല. എന്നാൽ പരിശുദ്ധ അമ്മ പറയാണ്, സമയമായി. അതുകൊണ്ട് പരിചാരകരോട് പറയാണ്, ഇവൻ പറയുന്നത് പോലെ ചെയ്യുക. യേശു തൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ നിർദ്ദേശം, അതേ അനുസരണം, അമ്മയോടുള്ള അനുസരണം, ബഹുമാനം, തൻ്റെ അമ്മയോടുള്ള ആദരവ് അവിടെ പ്രകടമാക്കുകയാണ്. തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന ആദ്യത്തെ അടയാളം തൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ നടക്കുകയാണ്. അപ്പോൾ ദൈവത്തെ നമുക്ക് ദാനമായി തന്ന പരിശുദ്ധ അമ്മ ഒരുപക്ഷെ സമയത്തിന് മുമ്പ് ആ ദൈവത്തെ നമുക്ക് വിട്ടുതരികയാണ്. സമയമായില്ല എന്ന് യേശു പറയുമ്പോൾ പോലും ആ സമയം നിശ്ചയിച്ച്, നിൻ്റെ പ്രവർത്തന സമയമായി, നീ ഇറങ്ങ് എന്നുള്ള നിർദ്ദേശം പരിശുദ്ധ അമ്മ അതിലൂടെ കൊടുക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അതിനേക്കാൾ ഉപരി നമ്മൾ വിശ്വസിക്കേണ്ടത്, നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളറിയാതെ നമ്മളെ നിരീക്ഷിക്കുകയും നമ്മൾക്ക് വേണ്ടി തൻ്റെ പുത്രനോട് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ആ വിശ്വാസത്തിലൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. അല്ലാതെ തങ്ങളുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെ ആശ്രയിക്കുന്ന പ്രവണതകളിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞുകൊണ്ട് പുത്രനായ യേശു തൻ്റെ അമ്മയെ, തൻ്റെ രക്ഷാകര പദ്ധതിയുടെ കാഠിന്യം എത്രമാത്രം വലുതാകുമെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയതുപോലെ ആ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ മുഖ്യ പങ്കാളിയായ പരിശുദ്ധ അമ്മ എന്ത് ലക്ഷ്യമാണോ അവൻ്റെ മക്കളിലൂടെ, അവൻ്റെ സഹോദരങ്ങളിലൂടെ, തൻ്റെ മക്കളിലൂടെ കാണുവാൻ ആഗ്രഹിക്കുന്നത്, ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമായിരിക്കണം ഓരോ ക്രൈസ്തവ വിശ്വാസിയുടേതും. അത് കുരിശിലേക്കുള്ള വിളിയാണ്, കുരിശിൻ ചുവട്ടിൽ നിൽക്കാനുള്ള വിളിയാണ്. അവിടുത്തെ തിരുരക്തം നമ്മുടെ ശരീരത്തിലേക്ക് വീണ് വിശുദ്ധീകരിക്കപ്പെടാനുള്ള വിളിയാണ്, നിത്യജീവൻ പ്രാപിക്കാനുള്ള വിളിയാണ്. അല്ലാതെ പരിശുദ്ധ അമ്മ വഴിയായിട്ട്
ഭൗതിക നേട്ടങ്ങൾ കൊയ്യാനുള്ള വിളിയല്ല നമുക്കുള്ളത്. നമ്മൾ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പരിശുദ്ധ അമ്മയെയും വിശുദ്ധന്മാരെയും യേശുവിനെയും കാണുന്നതേ എങ്കിൽ നമ്മുടെ ജീവിതം ദൈവമില്ല എന്ന് പറയുന്നവരെ പോലെ, അല്ലെങ്കിൽ യുക്തിവാദികളെ പോലെ, നിരീശ്വരവാദികളെ പോലെ അല്ല, അവരെക്കാളും നികൃഷ്ടമായ ഒരു ജീവിതമാണ് നമുക്കുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുവിനോടൊപ്പം ആയിരിക്കാനും യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ മകനായി മകളായി ജീവിക്കുവാൻ വേണ്ടുന്ന ശക്തി ലഭിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് തേടാം. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.